ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തന്ത്രിയെ SITയുടെ ഇഞ്ചക്കൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് SITയുടെ അടുത്ത ലക്ഷ്യം. അതിനായി തന്ത്രിയെ കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ അതിന്റെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഉമേഷ്, കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടതല്ലേ വിവരങ്ങൾ? ഉമേഷിലേക്ക് എത്താം. എന്തായാലും ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ SITയുടെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയാണ് SIT ഇപ്പോൾ തന്ത്രിയെ കൊണ്ടുപോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമായ വിശദമായ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. അത് കോടതിയിൽ സമർപ്പിക്കുന്നു. ഒപ്പം അവിടെ തന്ത്രിയെ ഹാജരാക്കുക, ഇതാണ് SITയുടെ അടുത്ത നീക്കം. അതിൽ ഇനി കോടതി എന്ത് പറയുന്നു എന്നുള്ളത് സുപ്രധാനമാണ്. അതോടൊപ്പം ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ കൂടി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ തന്ത്രിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, അത്തരം കാര്യങ്ങൾ കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ശേഷമായിരിക്കും അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് വരിക. ആ ഘട്ടത്തിൽ അത് വളരെ നിർണായകവുമായിരിക്കും. ഈ കേസിനെ ഏത് രീതിയിലാണ് തന്ത്രിയുമായി ബന്ധിപ്പിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും. അത് കോടതി പരിശോധിക്കുകയും ചെയ്യും. ഒരു വീഴ്ചയും ഉണ്ടാകാത്ത വിധം വളരെ വിശദമായ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം SIT എന്ന വിവരമാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്നും പുറത്ത് വിട്ടത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പോലീസ് ജീപ്പിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവരെ SITയുടെ ഈഞ്ചക്കലിലെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ഉമേഷ്, വിശദാംശങ്ങൾ. SITയുടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കണ്ഠരര് രാജീവരുമായി എത്തുന്ന വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ ആശുപത്രിയിലേക്ക്, ഇവിടെ നിന്ന് നേരെ പോകുന്നത് അന്വേഷണ സംഘം നേരെ പോകുന്നത് ആദ്യം നേരെ പോകുന്നത് വൈദ്യപരിശോധനയ്ക്കാണ്. വൈദ്യപരിശോധന കഴിഞ്ഞാൽ മാത്രമായിരിക്കും നേരെ ഇവിടെ നിന്ന് നേരെ കൊല്ലത്തേക്ക് കൊണ്ടുപോവുക. വൈദ്യപരിശോധനയാണ് ആദ്യം. വൈദ്യപരിശോധന അതേ രീതിയിൽ തന്നെ വൈദ്യപരിശോധന കഴിഞ്ഞ് നേരെ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഏകദേശം 3 മണിയോട് കൂടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ SIT ആസ്ഥാനത്തേക്ക് കണ്ഠരര് രാജീവരെ എത്തിക്കുന്നത്. കണ്ഠരര് രാജീവരെ എത്തിച്ച് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരം. പക്ഷേ അങ്ങനെയല്ല, ഇത് 2.5 മണിക്കൂറോളം സമയം നീണ്ടുപോയി. ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെടുത്ത കാലതാമസം എന്നാണ് മനസ്സിലാക്കുന്നത്. 3:30 കൂടി കണ്ഠരര് രാജീവരുടെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം റിമാൻഡ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു. അതിനുവേണ്ടിയുള്ള സമയമാണ് എടുത്തത്. എന്തായാലും 2.5 മണിക്കൂറോളം ഈ SIT സംഘം SIT ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. കണ്ഠരര് രാജീവരും ഉണ്ടായിരുന്നു. എന്തായാലും ഇനി നേരെ വൈദ്യപരിശോധന കഴിഞ്ഞാൽ അടുത്ത നടപടി ആ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നേരെ കോടതിയിലാണ് റിമാൻഡ് റിപ്പോർട്ട് അടക്കം വിശദമായി സമർപ്പിക്കുക. അതിലാണ് നമുക്ക് എന്താണ് ഈ അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട മൊഴി മാത്രമാണോ, എന്തെല്ലാം തെളിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത ലഭിക്കുക. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് അത് തന്നെയാണ് ഇതിൽ നിർണായകം. എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ കണ്ഠരര് രാജീവർക്കെതിരെ മൊഴി ഉണ്ടായിരുന്നു. മൊഴി കൃത്യമായി ലഭിച്ചതാണ്. മൊഴി ഘട്ടങ്ങളിൽ പ്രതികളായ ആളുകളുടെ മൊഴിയാണെങ്കിൽ പോലും മൊഴികൾ ഉണ്ടായിരുന്നു. ആ മൊഴികൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ഇത്രത്തോളം വൈകാൻ, അല്ലെങ്കിൽ അറസ്റ്റ് ഈ ഘട്ടത്തിലേക്ക് വൈകുന്ന നിലയിലേക്ക് എത്തിയത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേസിൽ ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഉന്നതനെന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ, ഈ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതനെന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വൈദ്യപരിശോധനയ്ക്കായി SIT സംഘം കൊണ്ടുപോയി ഇവിടുന്ന് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. എന്തെല്ലാം വകുപ്പുകൾ കണ്ഠരര് രാജീവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്, ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്കാളിയായിട്ടുണ്ടോ കണ്ഠരര് രാജീവർ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. എന്തെല്ലാം കുറ്റങ്ങളാണ്, എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ കണ്ഠരര് രാജീവർ നേരിടേണ്ടി വന്നത്, എന്തെല്ലാം തെളിവുകളാണ് കണ്ഠരര് രാജീവർക്കെതിരെ SIT സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോഴും SIT സംഘത്തെ കുഴയ്ക്കുന്ന, SIT സംഘത്തിന് മറുപടി കിട്ടാത്ത ആ സ്വർണ്ണപ്പാളിയിൽ നിന്ന് മാറ്റിയ സ്വർണം അതെവിടെയാണ് എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചോ, ഉത്തരം കണ്ഠരര് രാജീവർക്ക് അറിയാമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിരവധിയാണ്. ആ ചോദ്യങ്ങളുടെ ഒരു പരിധിവരെയുള്ള ഉത്തരം ഈ അടുത്ത് ലഭിക്കുന്ന, ഏറ്റവും അടുത്ത് വരുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ്, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ മറ്റെന്തെങ്കിലും അസാധാരണ നീക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്? സാധാരണഗതിയിൽ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയുമാണ് സാധാരണഗതിയിലുള്ള പതിവ്. പക്ഷേ ഇതിപ്പോൾ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായത്. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും SITക്ക് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ, ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം കൂടി SIT കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുമോ?
തീർച്ചയായും അക്കാര്യങ്ങളെല്ലാം ഇനി കോടതിയിൽ എത്തിയതിനു ശേഷം മാത്രമേ, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച തെളിവുകളെ ഒരു വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാരണം ഇനിയും സമയം താമസിച്ചാൽ, അതായത് കസ്റ്റഡിയിൽ വിട്ട് കസ്റ്റഡിയിൽ തുടർന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകളെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ തുടങ്ങിയ അസാധാരണ സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും സാധാരണ കസ്റ്റഡി അപേക്ഷ സാധാരണ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം സമർപ്പിക്കാറുണ്ട്. കാരണം കൊല്ലം വിജിലൻസ് കോടതിയിലാണ് സ്വാഭാവികമായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാറുണ്ട്. കോടതി അത് ഇന്ന് തന്നെ പരിഗണിച്ച് ഇന്ന് തന്നെ കസ്റ്റഡിയിലേക്ക് വിടുമോ എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട്. ഇന്ന് തന്നെ കസ്റ്റഡിയിലേക്ക് വിട്ട് അത്രത്തോളം നിർണായകമായ ചോദ്യം ചെയ്യൽ, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഈ സ്വർണം വീണ്ടെടുക്കൽ അടക്കമുള്ള നിർണായകമായ നടപടിക്രമങ്ങൾ ഇനിയും SITക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമോ, അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മൊഴികൾ ലഭിച്ചിട്ടുണ്ടോ, എന്നീ ചോദ്യങ്ങളുടെ ഉത്തരം അനുസരിച്ചിരിക്കും അസാധാരണമായ നടപടിക്രമങ്ങളുടെ വേഗം ഉണ്ടാവുക. എന്തായാലും ഈ 2.5 മണിക്കൂർ എടുത്തു. നേരത്തെ തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാവിലെ മുതൽ കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം 3 മണിയോടെ SITയുടെ ആസ്ഥാനമായ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച ശേഷമാണ് 2.5 മണിക്കൂർ സമയമെടുത്തത്. 3:30 ഔദ്യോഗികമായി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീണ്ടും എടുത്തു 2 മണിക്കൂർ. അതായത് കൃത്യമായി ഒരു പഴുതുപോലുമില്ലാതെ കൃത്യമായി നിയമവശങ്ങളെല്ലാം പരിശോധിച്ച് ലഭിക്കാവുന്ന തെളിവുകളെല്ലാം ചേർത്തുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അക്കാര്യങ്ങളെല്ലാം കോടതിയിൽ എത്തുമ്പോൾ വ്യക്തമാകും. അസാധാരണമായ ഒരു നീക്കം ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമോ, അസാധാരണമായ ഒരു വേഗം കൈവരിക്കേണ്ട രീതിയിലുള്ള പ്രതിയാണോ കണ്ഠരര് രാജീവർ എന്നീ ചോദ്യങ്ങൾക്കെല്ലാം നിൽക്കുന്നു. എന്തായാലും സമാനമായി ഈ കേസുകളിൽ പിടിക്കുന്ന അല്ലെങ്കിൽ SIT അറസ്റ്റ് ചെയ്ത ഒരാൾക്കും ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്, തുടരുക. ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് തന്ത്രി കണ്ഠരര് രാജീവരെ SIT സംഘം പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വൈദ്യപരിശോധന പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. വ്യക്തമായും വിശദമായ റിമാൻഡ് റിപ്പോർട്ട് ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷയും തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.